ഹായ് ഹലോ വേഴ്സ് മാവേലിക്കര ജംഗ്ഷൻ. മാവേലിക്കരയിൽ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. ജംഗ്ഷൻ പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. പിന്നെ ജംഗ്ഷനാണ്. ഇനിയും നമ്മൾ ഹരിപ്പാട്ടേക്ക് കയറുകയാണ്. ഈ ആറ്റിൽ ഒഴിച്ചാലും വളർന്നേ ഒഴിക്കാവൂ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ എല്ലാ കാര്യത്തിലും നമ്മൾ അളവും കുറിച്ചും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ പറ്റൂല, അത് വേറെ കാര്യം, അത് അവരവർക്ക് തിരിച്ചയക്കാൻ പറ്റുമോ? പുതിയൊരു പെട്രോൾ പമ്പ് നെയ്യാര. ഇവിടെ നല്ല പെട്രോൾ കേട്ടോ. ഞങ്ങളവിടെ നിന്നാണ് കൂടുതൽ ഓടിക്കുന്നത്. ഇവിടെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. കണ്ടിയൂർ ശ്രീകണ്ഠപുരം എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റൽ ഞാൻ കാണിക്കാവേ. ഇതാണ് ആ ഹോസ്പിറ്റൽ. കൊട്ടാരമ്പലം. ഇവിടെ ഒരു സരസ്വതി ക്ഷേത്രം. വിദ്യാരംഭം കുറിക്കുന്നത് ഇവിടെയാണ് കൂടുതലാണ്. ഇവിടെയുള്ള ഭാഗത്തുള്ളവർ, അടുത്തുള്ള സ്ഥലത്തുള്ളവരെല്ലാവരും ഇവിടെ വന്ന് വിദ്യാരംഭം കുറിക്കും. പുതുശ്ശേരി ചട്ടോളങ്ങരയിലെ ഇവിടെ ചട്ടോളങ്ങര അമ്പലത്തിൽ കുത്തിയോട്ടങ്ങൾ നടക്കുന്ന സ്ഥലം. അതായത് ഈ സ്ഥലത്താണ് സുരേഷ് ഗോപിയുടെ കുത്തിയോട്ടം നടക്കുന്നത്. അവിടെല്ലാം കാടാണ്. കരിപ്പുഴ പാലം. കരിപ്പുഴ ഒരു പാലം കൂടിയുണ്ട് കേട്ടോ. കരിപ്പുഴ പാലം. 2 പാലമുണ്ട് ഇവിടെ കേട്ടോ. പള്ളിപ്പാട് ജംഗ്ഷൻ. ഇതാണ് പള്ളിപ്പാട് മോളുടെ കുഞ്ഞിനെ കെട്ടിച്ച് പടിഞ്ഞാറേമുട്ട. മോള് ഭർത്താവ് മരിച്ചു പോയല്ലേ. സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ ബാക്കിലാണ് ഞങ്ങളുടെ പള്ളി. കാണാൻ പറ്റത്തില്ല. കുടുംബ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിലാണ് അക്കംകുടി. അക്കംകുടിയിലെ ഒരു പള്ളിയുണ്ട്. ഈ സ്ഥലമൊക്കെ അറിയാവോ നിങ്ങൾക്ക്? പള്ളി മർത്തോം പള്ളി കേട്ടോ. ഞങ്ങൾ അവിടെ മുട്ടമർത്തോം പള്ളിയിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു സോഡ സർബത്തൊക്കെ കുടിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. RK ജംഗ്ഷൻ്റെ അവിടെ ഞാൻ കാണിക്കാം. കണ്ടോ, അതാണ് സ്റ്റേഷനെ. അങ്ങോട്ട് കുറച്ച് ഇവിടെ നിന്നോട്ട് നോക്കുന്നത് സ്റ്റേഷനിലോട്ടാണ്. നമ്മൾ ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. ദേവീക്ഷേത്രം അത് അരയാകുളങ്ങര ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ്. അവിടുത്തെ കാണുന്നുണ്ടോ? നമ്മൾ ഹൈവേയിലോട്ടാണ് കയറുന്നത്. നമ്മൾ ഹൈവേയിലോട്ട് കയറുകയാണ് RK ജംഗ്ഷനിൽ നിന്ന്. ഇനി നമ്മൾ നങ്ങ്യാർകുളങ്ങര കവലയിലേക്കാണ് പോകുന്നത്, നമ്മുടെ വീട്ടിലോട്ട്. നമ്മുടെ ഹൈവേ ആണ്. 6 വരിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പം അടുത്ത വർഷത്തേക്ക് ചിലപ്പം കംപ്ലീറ്റ് ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്കേ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഈ ഹൈവേ വന്നാലേ ചിലർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പം രണ്ടുപേരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. നല്ലൊരു ഹോട്ടലുണ്ട്. അതായത് സൗത്ത് കുഴപ്പമില്ല കേട്ടോ. ഇത് നങ്ങ്യാർകുളങ്ങരയിലെ
സ്കൂളാണ്, LP സ്കൂളാണ്. ഇപ്പോൾ പുതിയതായിട്ട് പണിതിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാരണം നമ്മുടെ വീടെടുത്തു, നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയൊരു 10 മിനിറ്റ് യാത്രയും കൂടി ഉണ്ട്. അപ്പം ഞാൻ നങ്ങാർകുളങ്ങര ജംഗ്ഷൻ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര പൂർത്തീകരിക്കുന്നുണ്ട്. ഇവിടെ ഫ്ലാറ്റ്, ഈ ഫ്ലാറ്റാണ് കവലയിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്, കവലയുടെ ഇവിടുത്തെ പണിയുണ്ടോ, പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടുകൂടി യാത്ര അവസാനിക്കുന്നു. ഓക്കെ, ബൈ ബൈ.